ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രാൻഡ്മസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു സ്വീറ്റ് കോൺ റെസിപ്പി നോക്കാം. സ്വീറ്റ് കോണും ഒക്കെ ഇപ്പോൾ മാർക്കറ്റിലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ ഷോപ്പിലൊക്കെ കിട്ടുന്നതാണ്. അതിൻ്റെ ഒരു സീസണാണ് ഈ സമയം. ഇതുപയോഗിച്ച് ചപ്പാത്തിയുടെ കൂടെയും റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സ്വാദിഷ്ടമായൊരു കറിയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത്. സ്വീറ്റ് കോൺ ആവിയിൽ പുഴുങ്ങി സലാഡ് ഉണ്ടാക്കിയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കാണെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി എന്ന് പറഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പ്രത്യേകിച്ച് വെജിറ്റേറിയൻസിന് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. സ്വീറ്റ് കോൺ ഇതുപോലെ നന്നായിട്ട് പാക്ക് ചെയ്തൊക്കെയാണ് നമുക്ക് പച്ചക്കറി കടകളിലോ അല്ലെങ്കിൽ ഫ്രൂട്ട്സ് കടകളിലോ ഒക്കെ കിട്ടുന്നത്. ഇതിൻ്റെ പുറത്തുള്ള ഈ പോളകളെല്ലാം പൊളിച്ച് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് കഴുകി, ഇതിൽ വേറെ അഴുക്കും കാര്യങ്ങളൊന്നും പറ്റി പിടിക്കണമൊന്നുമില്ല. നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇത് ഇരിക്കുന്നത്. നമുക്ക് കണ്ടാലറിയാം. എന്നാലും ഒന്ന് കഴുകിയതിന് ശേഷം മുറിക്കാം. ഇതിൻ്റെ പുറത്തൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ചെറിയ നാരുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് കളയാം. അതിന് ശേഷം നന്നായിട്ടൊന്ന് കഴുകി ഞാനിത് കത്തി ഉപയോഗിച്ചിട്ട് രണ്ടാക്കി മുറിക്കുകയാണ് ചെയ്യണത്. കത്തിയുടെ ആവശ്യമൊന്നുമില്ല, കൈകൊണ്ട് തന്നെ വട്ടത്തിൽ അങ്ങ് ഒടിച്ചു കഴിഞ്ഞാലും മതിയാകും. രണ്ടാക്കി മുറിച്ചതിൽ തുമ്പറ്റം വരുന്ന ഭാഗം കൊണ്ടാണ് ഞാനിവിടെ കറി ഉണ്ടാക്കുന്നത്. ഇതിലെ ഈ ധാന്യങ്ങളെല്ലാം ഒന്ന് അടർത്തിയെടുക്കണം. ഇത് അടർത്തിയെടുക്കാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതെല്ലാം അടർത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അരച്ചെടുത്തിട്ടാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത്. അരയ്ക്കാനായിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇടാം. ഇതിൻ്റെ കൂടെ വേറെ കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 3-4 ചുള വെളുത്തുള്ളി. പിന്നെ ഈ കറിക്ക് ആകെ കൂടെ ഞാൻ എടുക്കുന്നത് ഒരു വലിയൊരു സവാളയാണ്. വലിയ സവാളയുടെ 1/4 ഭാഗം ഇതിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സവാള ഗ്രേവി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്രയും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചെറിയൊരു തരിതരിപ്പുണ്ടായിന്ന് കരുതി കുഴപ്പമില്ല. എന്നാലും അരയാവുന്ന അത്രയും നല്ലതുപോലെ അരച്ചെടുക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അരച്ചെടുത്തതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. 2 ടേബിൾ സ്പൂൺ കടലമാവ്, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ചെറിയ ഉരുളകളാക്കിയോ, അങ്ങനെ ഷേപ്പൊന്നും വേണമെന്നില്ല, കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് എടുത്ത് വയ്ക്കണം. പ്ലേറ്റിൽ ഒരല്പം എണ്ണ തൂത്തിട്ട് വേണം ഇത് വയ്ക്കാനായിട്ട്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഈ കറി ഉണ്ടാക്കുന്നതിന് സൺഫ്ലവർ ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ടേസ്റ്റൊക്കെ ഉള്ളത് സൺഫ്ലവർ ഓയിലാണ്. വെളിച്ചെണ്ണ എടുക്കണ്ട, സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ അങ്ങനെയുള്ള ഏതെങ്കിലും ഓയിലുകൾ എടുക്കുക. അപ്പോൾ ഞാനിതെല്ലാം ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണമെന്നില്ല കേട്ടോ. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആവി വന്നു കഴിയുമ്പോൾ ഈ പ്ലേറ്റ് എടുത്ത് വെച്ച് മൂടി വയ്ക്കാം. 5-6 മിനിറ്റ് സമയം മതിയാകും. ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇരുന്നോട്ടെ. ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊന്ന് അരച്ചെടുക്കാനുണ്ട്. ഒരു മിക്സി ജാർ എടുക്കാം. ഇതിലേക്ക് 2-3 ചുള വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 തക്കാളി, ചെറിയൊരു കഷ്ണം ക്യാപ്സിക്കം. വലിയ ക്യാപ്സിക്കം ആയിരുന്നു, അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഒരു പച്ചമുളക്, കുറച്ച് കാഷ്നട്ട്, ഏകദേശം ഒരു 1/4 കപ്പോളം കാഷ്നട്ട് എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ പെരുംജീരകം, 1-2 തണ്ട് മല്ലിയില. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യം. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേവാനായിട്ട് വെച്ചിട്ടുള്ളത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് നല്ല സോഫ്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഫ്ലെയിം ഓഫാക്കി മാറ്റി വയ്ക്കാം. ഇനി കറി വയ്ക്കാനായിട്ട് പാകത്തിനുള്ള ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം, ഒരു ബേ ലീഫ്, ചെറിയൊരു കഷ്ണം പട്ട, ഇത്രയും കൂടെ ചേർക്കാം.
ബാക്കി വെച്ചിട്ടുള്ള സവാള ചെറുതായിട്ട് ചോപ്പറിലിട്ട് ചെറുതായിട്ടാണ് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കും. സവാള പകുതിയോളം വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വീണ്ടും വഴറ്റാം. പൊടികളും നന്നായി മൂത്തതിന് ശേഷം ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തക്കാളിക്കൂട്ട് ചേർക്കാം. ഈ സമയത്തൊക്കെ ലോ ടു മീഡിയം ഫ്ലെയിം വെച്ചിട്ട് വേണം കേട്ടോ എല്ലാം ചെയ്യാനായിട്ട്. ഇല്ലെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങ് കരിഞ്ഞു പോകും. തക്കാളിക്കൂട്ടും ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുവരേക്കും നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണങ്ങളും കൂടെ എടുക്കാം. നേരത്തെ അരയ്ക്കാനെടുത്ത അതേ വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം തന്നെ സ്ക്വയർ പീസുകളാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്നും വെന്ത് കിട്ടണം. എല്ലാം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർക്കണം. ഏകദേശം ഒരു 3/4 ഗ്ലാസ് വെള്ളം കൂടെ എടുത്തിട്ട് ആ മിക്സി ജാറൊന്ന് കഴുകി ഇതിലേക്ക് ഒഴിക്കാം. ഇതും കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റി വരണം. ഇത്രയും നന്നായി ഒന്ന് തിളച്ച് വറ്റിയതിന് ശേഷം 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടെ ചേർക്കാം. പിന്നെ ആവിയിൽ വേവിച്ച് വെച്ചിട്ടുള്ള ആ കോണിൻ്റെ കൂട്ടുണ്ടല്ലോ, അതാണ് ഈ കറിയിലുള്ള കഷ്ണങ്ങൾ. അപ്പോൾ അതും കൂടെ അങ്ങ് ചേർക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. ഇപ്പോൾ എല്ലാം ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് 1/4 കപ്പ് ഫ്രഷ് ക്രീമാണ്. വീണ്ടും നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുക. അവസാനമായിട്ട് നമ്മുടെ കറിയിലേക്ക് ചേർക്കാനുള്ളത് ഒരല്പം കസൂരി മേത്തിയാണ്. അത് കയ്യിലിട്ടൊന്ന് ഞെരടിയതിന് ശേഷം കറിയിലേക്ക് ചേർക്കാം. അതോടൊപ്പം തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ രുചികരമായ സ്വീറ്റ് കോൺ കറി റെഡിയായി. ഇത് നമ്മൾ ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ വെക്കാതെ വേഗം തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇല്ലെങ്കിൽ ഗ്രേവിയൊക്കെ നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അതങ്ങ് കുറുകി കട്ടയായി പോകും കേട്ടോ. അത് കാരണം കൊണ്ട് വേഗം തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്വീറ്റ് കോൺ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണേ. ചപ്പാത്തി, പൊറാത്ത ചപ്പാത്തി, റൊട്ടി, റൈസ് ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നല്ല രുചികരമായൊരു കറിയാണ്. റൈസിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നേക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.